ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു 5 Tech Life. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ IP21 കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പ്രൈസ് കുറഞ്ഞ എന്ന കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ. അപ്പോൾ നമ്മൾ ഈ സാധാരണ നാട്ടിൽ പറയുന്ന ഒരു സംഭവം ഉണ്ട്, എന്താണ് ലുക്കിലല്ല വർക്കിലാണ് കാര്യം. അപ്പോൾ നമുക്ക് ലുക്കിനേക്കാളും കൂടുതൽ വർക്കിന് കാര്യം നടത്തുന്ന ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറിനെ ഒന്ന് പരിചയപ്പെടാം. IP21 ഹൈബ്രിഡ് ഇൻവെർട്ടറാണ്. വീട്ടിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഹൈബ്രിഡ് ഇൻവെർട്ടറാണ്. കൂടാതെ ഇത് ടച്ച് അല്ല, നോൺ ടച്ച് ആണ്. അപ്പോൾ നമുക്ക് ടച്ച് ഇല്ലാത്ത സാധനം ആയിരുന്നിട്ടും അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. കാരണം നമുക്ക് എപ്പോഴും ടച്ച് വേണമെന്നില്ല, നമുക്ക് കാര്യമാണ് പ്രധാനം. അപ്പോൾ നമുക്ക് പ്രൈസും ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നോൺ ടച്ച് ഇൻവെർട്ടർ വിത്ത് വൈഫൈ കമ്മ്യൂണിക്കേഷൻ പിന്നെ BMS കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് വർക്കിംഗ് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ നമുക്ക് പരിചയപ്പെടാം. ഒരു 6000 VA ഇൻവെർട്ടറാണ് ഇത് വരുന്നത്. 6000 VA അല്ലെങ്കിൽ 6000 വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻബിൽറ്റ് MPPT ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് ഇൻവെർട്ടറാണ്. ഇതിൽ 27 ആംപിയറാണ് പാനൽ ഇൻപുട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, ഇൻപുട്ട് ആംപിയർ. കൂടാതെ 500 VOCയും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ് ടു 9000 വാട്ട്സ് വരെ പാനൽ സപ്പോർട്ടിൽ കൊടുക്കാം. പക്ഷേ ഇതിൽ മീറ്റ് ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഒന്ന് 500 VOC അതല്ലെങ്കിൽ 27 ആംപിയർ, ഇത്രയാണ് ഇതിൻ്റെ അപ്പർ ലിമിറ്റ് വരുന്നത്. ഇതനുസരിച്ച് നമുക്കിതിൽ അപ് ടു 9000 വാട്ട്സ് വരെ പാനൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറാണിത്. ഇതിൻ്റെ സ്ക്രീനിൽ കാണുന്ന ഡീറ്റെയിൽസ് നമ്മൾ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാനൽ ചാർജിങ് പ്രയോറിറ്റിയാണ് കാണുന്നത് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ. പിന്നീട് കഴിഞ്ഞാൽ ബാറ്ററിയുടെ വോൾട്ടേജ് കാണിക്കുന്നു. കൂടാതെ ബാറ്ററിയുടെ കറണ്ട് ചാർജിങ് സ്റ്റേജ് ഏതാണ്, ഫ്ലോട്ട് ചാർജിങ്ങിലാണോ, കോൺസ്റ്റന്റ് കറണ്ട് മോഡലാണോ, അതുപോലെ തന്നെ കോൺസ്റ്റന്റ് വോൾട്ടേജ് മോഡലാണോ എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ബാറ്ററി വോൾട്ടേജ് തൊട്ട് മുകളിലായിട്ട് കാണുന്നത്. അപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ട ബാറ്ററി വോൾട്ടേജ് ലിമിറ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ കൂടാതെ തൊട്ട് താഴെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ആംബിയറും ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വൈഫൈയുടെ കണക്ട് ആയിരുന്നെങ്കിൽ വൈഫൈയുടെ ഒരു എംബ്ലം കാണാൻ കഴിയുന്നത്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ബാറ്ററിയുടെ പെർസെൻറ്റേജ് 25, 50, 75, 100 എന്ന രീതിയിലും ലോഡ് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ലോഡും കാണാൻ കഴിയും. പിന്നീട് വോൾട്ടേജ് ആണ് കാണിക്കുന്നത്. അത് ഇൻപുട്ട് വോൾട്ടേജ് ആണ് ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത്, ഫ്രീക്വൻസി. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡുവൽ ഔട്ട്പുട്ട് ഓൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വോൾട്ടേജും ഫ്രീക്വൻസിയും കാണിക്കുന്നതായിരിക്കും. കൂടാതെ AC ഔട്ട്പുട്ട് എന്ന് കാണിച്ച് സെൻട്രൽ കാണിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ്, കൂടാതെ VA, അതുപോലെ തന്നെ കിലോ വാട്ട്, എത്ര കിലോ വാട്ടാണ് പവർ എന്നുള്ളത്, അല്ലെങ്കിൽ വാട്ടാണ് പവർ എന്നുള്ളത് ഔട്ട്പുട്ടിൽ തന്നെ പവറും കാണിക്കും. റൈറ്റ് സൈഡിലായിട്ട് പാനലിൻ്റെ ഇൻപുട്ട് വോൾട്ടേജും കറണ്ടും അതുപോലെ തന്നെ ടോട്ടൽ ഔട്ട്പുട്ട് പവറും ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് പരിചയപ്പെടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സെറ്റിങ്സ് നമ്മൾ മാനുവലി കൈകൊണ്ട് പോയി ചെയ്യുന്ന സംഭവം ആയതുകൊണ്ട് ജസ്റ്റ് ആ സെറ്റിങ്സും അതെങ്ങനെയാണ് അതിൻ്റെ റെലവൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സെറ്റിങ്സിന് മുമ്പായിട്ട് നമുക്ക് ഇതിലുള്ള പാരാമീറ്റേഴ്സ് എന്ന് കാണാം. അതിൽ P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, P2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി ജനറേഷൻ, P3 എന്ന് പറഞ്ഞാൽ ബാറ്ററി വോൾട്ടും അതുപോലെ തന്നെ ഇതിലോട്ടുള്ള ചാർജിങ് ആണോ ഡിസ്ചാർജിങ് ആണോ ആംബിയർ കാണിക്കുന്നത്. BMS കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഉള്ളതാണ് കാണിക്കുക. കൂടാതെ തന്നെ ബാറ്ററി പെർസെൻറ്റേജും അതുപോലെ തന്നെ BMS ടെമ്പറേച്ചറാണ് കാണിക്കുന്നത്. ഇത് ചില പ്രോട്ടോകോൾസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. റേറ്റഡ് കപ്പാസിറ്റി, റിമൈനിങ് കപ്പാസിറ്റി കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാർജിങ് വോൾട്ടേജും ഡിസ്ചാർജിങ് കട്ട് ഓഫ് വോൾട്ടേജുമാണ് കാണിക്കുന്നത്. ഇത് മാക്സിമം ചാർജിങ് ആംബിയറും മാക്സിമം ഡിസ്ചാർജിങ് ആംബിയറാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇതിലുള്ളത്. ഇനി അടുത്ത സെറ്റിങ്സിലോട്ട് കിടക്കാനായിട്ട് ഈ റൈറ്റിൽ ഉള്ള ടിക്ക് ബട്ടൺ അമർത്തി പിടിച്ചതിന് ശേഷം നമുക്ക് ഇതെന്ന് പറയുന്ന ഔട്ട്പുട്ട് വോൾട്ടേജാണ്. ഇത് നമുക്ക് അപ്പോൾ സെറ്റിങ്സ് മാറാൻ താഴോട്ടാക്കിയാൽ മതി. ഇത് വീണ്ടും അമർത്തി കഴിഞ്ഞാൽ ഈ വാല്യൂയിലോട്ട് മാറും. അപ്പോൾ ഇവിടെ നമുക്ക് 230 വോൾട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത സെറ്റിങ്സിലോട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസിയാണ്, ഔട്ട്പുട്ട് ഫ്രീക്വൻസിയാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലോട്ട് അമർത്തി വേണ്ടത് മാറ്റിക്കഴിഞ്ഞ് നമുക്ക് വീണ്ടും ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സെലക്ട് ആവുന്നതാണ്. കൂടാതെ അടുത്ത സെറ്റിങ്സ് എന്ന് പറയുന്നത് നമ്പർ 3, ഇതിൻ്റെ GPB മോഡാണ്. അതായത് ആദ്യം ഗ്രിഡ്, പിന്നെ സോളാറിൽ നിന്ന് എടുക്കുക, പിന്നീട് ബാറ്ററിയിൽ നിന്ന് എടുക്കുക എന്ന രീതിയിലുള്ള സെറ്റപ്പാണിത്. കൂടാതെ ആദ്യം PV, പിന്നീട് ഗ്രിഡ്, പിന്നെ ബാറ്ററി, പിന്നെ PV, ബാറ്ററി, ഗ്രിഡ്, ഈ 3 ഓപ്ഷൻസാണുള്ളത്. ഇതാണ് നമ്മൾ ഓഫ് ഗ്രിഡായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് SOC വെച്ചിട്ട് ബാറ്ററിനെ DC-ലോട്ട് മാറണമെങ്കിലും AC-ലോട്ട് മാറണമെങ്കിലും യൂസ് ചെയ്യേണ്ട മോഡ് ഇതാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് അടുത്തത് അപ്ലയൻസ് മോഡും UPS മോഡിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നീട് അടുത്തുള്ള സെറ്റിങ്സാണ് ചാർജിങ് പ്രയോറിറ്റിയാണ്. ഇത് ഓൺലി OPV എന്ന് ഉദ്ദേശിക്കുന്നത് സോളാർ മാത്രം. പിന്നെ അതുപോലെ തന്നെ PV ഫസ്റ്റ്, സോളാർ ഉണ്ടെങ്കിൽ സോളാർ, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രിഡ്. പിന്നുള്ളത് സോളാറും ഗ്രിഡും ഒരുമിച്ച് ചാർജ് ചെയ്യുന്ന ഒരു സെറ്റിങ്സാണ്. അപ്പോൾ അടുത്ത സെറ്റിങ്സ് എന്ന് പറയുന്നത് മാക്സിമം ചാർജിങ് കറണ്ടാണ്, ഗ്രിഡ് ചാർജിങ് കറണ്ടാണ്. ഇത് 30 ആംപിയറാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കതനുസരിച്ച് മാറ്റാൻ കഴിയുന്നതാണ്. അടുത്ത സെറ്റിങ്സ് എന്ന് പറയുന്നത് മാക്സിമം ചാർജിങ് കറണ്ടാണ്. ഇത് 20 ആംപിയറാണ് കിടക്കുന്നത്. ഇത് മെനു ഡിഫോൾട്ടിലോട്ട് തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നീടുള്ളത് ഇത്
ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. കൂടാതെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഓവർ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ആവേണ്ട ഓപ്ഷനാണ്. പിന്നീടുള്ളത് ഇത് ഇൻപുട്ടാണ്. അതായത് സോളാർ വരികയോ പോവുകയോ അല്ലെങ്കിൽ ഗ്രിഡ് വരികയോ പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അലാറം സൗണ്ട് അടിക്കാനുള്ള ഒരു സെറ്റിങ്സാണ്. സെറ്റിങ്സ് നമ്പർ 12 ആക്ച്വലി എനർജി സേവിങ് എന്ന് പറഞ്ഞ സെറ്റിങ്സ് ആണ്. ഇത് ഓഫിലാണ് വെക്കേണ്ടത്. കാരണം ഇത് എന്താണെന്ന് വെച്ചാൽ 25 വാട്ട്സിൽ താഴെയാണ് ലോഡ് ഔട്ട്പുട്ട് എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇൻവെർട്ടർ ഓഫ് ആവാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓഫ് ആവേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളെപ്പോഴും എനർജി സേവിങ് മോഡ് ഓഫ് ചെയ്തിട്ടാണ് വെക്കേണ്ടത്. പിന്നീടുള്ളത് ഓവർലോഡ് ട്രാൻസ്ഫർ ടു ബൈപ്പാസ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അതായത് എന്തെങ്കിലും PV-യിൽ ഉള്ളതിനേക്കാളും ലോഡ് കൂടുതൽ വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഗ്രിഡിലോട്ട് ബൈപ്പാസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഓഫിൽ വെക്കുകയാണ് നല്ലത്. പിന്നെ 14 സൈലൻറ്റ് മോഡ് സെറ്റിങ്സ് ആണ്. ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സെറ്റിങ്സ് നോക്കുന്ന സമയത്തുള്ള നോയ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി യാതൊരു രീതിയിലുള്ള അലാംസിനെല്ലാം സൈലൻ്റ് ആയിരിക്കും. പിന്നെ ബാക്ക് ടു ഗ്രിഡ് വോൾട്ടേജ് ആണ്. നമ്മളെ റിലേ ഓൺ റിലേ ഓഫ് എന്ന് പറഞ്ഞ പോലെ റിലേ ഓഫ് ആവേണ്ട മെക്കാനിസമാണിത്. റിലേ ഓൺ ആവേണ്ടത് 47.6, അതായത് ഗ്രിഡിലോട്ട് തിരിച്ചു വരേണ്ട വോൾട്ടേജ്. ഇത് നമ്മളെ ബാറ്ററി വോൾട്ടേജ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ വോൾട്ടേജ് ബേസിലായിരിക്കും വർക്ക് ചെയ്യുക. അതല്ല SOC BMS കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ബാറ്ററിയുടെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക. അതിന് സെറ്റിങ്സ് പിന്നീട് വരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് ബാക്ക് ടു ബാറ്ററി, അതായത് ബാറ്ററിയിലോട്ട് എപ്പോൾ മാറണം എന്ന് സെറ്റ് ചെയ്യുന്ന വോൾട്ടേജാണിത്. കൂടാതെ ഇത് ബാറ്ററി ടൈപ്പാണ്. ഇതിൽ നമുക്ക് കസ്റ്റം, അതുപോലെ തന്നെ AGN, ഫ്ലഡ്, പിന്നെ ലിഥിയം FE, അല്ലെങ്കിൽ 3 മോഡൽ. അത് 2 എണ്ണമാണ് ലിഥിയത്തിന് വേണ്ടിയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ലെഡ് ആസിഡിന് വേണ്ടിയിട്ടുള്ളതാണ് FLD, പിന്നൊന്ന് AGN ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നീട് അടുത്തതിലോട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമിലോ അല്ലെങ്കിൽ ലിഥിയത്തിലോ സെറ്റ് ചെയ്യുന്നതോട് കുഴപ്പമില്ല. പിന്നീട് അടുത്ത സെറ്റിങ്സ് വരുന്നത് ബൾക്ക് ചാർജിങ് വോൾട്ടേജ് ആണ്. ഇത് നമ്മൾ ബാറ്ററിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് BMS എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. പിന്നീട് വരുത്തുന്നതാണ് ഫ്ലോട്ട് ചാർജിങ് വോൾട്ടേജ്. ഇതും നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എടുക്കും. പിന്നീട് വരുന്നത് ഗ്രിഡിൻ്റെ ലോ കട്ട് വോൾട്ടേജാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ ഇൻപുട്ടിൻ്റെ വോൾട്ടേജ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ചൂസ് ചെയ്യുന്ന അപ്ലയൻസസ് മോഡ് UPS മോഡ് അനുസരിച്ച് ഇതിൻ്റെ ലിമിറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ മാറ്റാം. പിന്നീട് വരുന്നത് ഇതിൻ്റെ അപ്പർ കട്ടാണ്. അതായത് ഗ്രിഡിൻ്റെ എപ്പോൾ കട്ട് ചെയ്തിട്ട് ഇൻവെർട്ടറിലോട്ട് മാറണം എന്നുള്ള വോൾട്ടേജ് നമ്മുടെ അപ്ലയൻസസ് മോഡിൽ, അതായത് ഇൻവെർട്ടർ മോഡിന് വേണ്ടിയിട്ടുള്ളതും പിന്നെ UPS മോഡാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള വോൾട്ടേജ് വ്യത്യാസം വരും. UPS മോഡിൽ നമുക്ക് 264 മാക്സിമം പോകാൻ കഴിയുള്ളൂ. ഇത് നമുക്ക് 270, 280 വരെയൊക്കെ കൊണ്ടുപോകാൻ കഴിയും. പിന്നീട് ഇത് ഓട്ടോമാറ്റിക് ബാക്ക് ലൈറ്റിൻ്റെ ഒരു സെറ്റിങ്സ് ആണ്. ഇത് ഒരു മിനിറ്റ് ഒന്നും തൊട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ ലൈറ്റ് പോകാനുള്ള സെറ്റിങ്സ് ആണ് ഇത്. പിന്നെ ഇത് റീസെറ്റിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് ആണ്. ഇത് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് സെറ്റിങ്സിൽ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് ഓൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം റീസെറ്റ് ആവും. സെറ്റിങ്സ് എല്ലാം പഴയതുപോലെ റീസെറ്റ് ആവും. ഇത് ബാറ്ററി ഡിസ്കണക്ഷൻ അലാമിന് വേണ്ടിയിട്ട് ഇനാബിൾ ചെയ്യാനുള്ളതാണ്. ഇത് നമ്മൾ ഇനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി അങ്ങനെ ഡിസ്കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു അലാം വരും. കൂടാതെ ഇതെല്ലാം ഇക്വലൈസേഷൻ വോൾട്ടേജ് സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇക്വലൈസേഷൻ ടൈം, അതുപോലെ ഇക്വലൈസേഷൻ ഇൻ്റർവെല്ല്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സെറ്റിങ്സ്. നമ്മളങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഗ്രിഡിലോട്ട് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാണ് ഇനാബിൾ ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, PBG മോഡിൽ ഗ്രിഡ് എക്സ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നതല്ല, ഗ്രിഡിലോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതല്ല. ഇത് ഗ്രിഡ് എക്സ്പോർട്ടിംഗ് പവറാണ്. ഇത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് മാറ്റി കഴിഞ്ഞാൽ 0.5 മുതൽ ഇത്രയും ഓപ്ഷൻസ് വരുന്നുണ്ട്. 1 കിലോവാട്ട് മുതൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് നമ്മൾ പോകേണ്ടത് ഡുവൽ ഔട്ട്പുട്ടിൻ്റെ വോൾട്ടേജാണ്. രണ്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട്. ആ ഔട്ട്പുട്ട് നമ്മൾ ഏതെങ്കിലും ഉദാഹരണത്തിന് AC അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബാറ്ററി തീരുന്നത് വരെ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് ഇത്ര ബാറ്ററിയുടെ വോൾട്ടേജ് വരികയാണെന്നുണ്ടെങ്കിൽ ആ വോൾട്ടേജ് കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വോൾട്ടേജ് സെറ്റ് ചെയ്യാനുള്ളതാണിത്. കൂടാതെ ഇത് ഡുവൽ ഔട്ട്പുട്ട് ഓണാണോ ഓഫാണോ എന്നുള്ള സെറ്റിങ്സാണ്. ഇത് എത്ര ശതമാനത്തിലാണ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടത് എന്നുള്ള SOC സെറ്റിങ്സാണിത്. എത്ര പെർസെൻറ്റേജ് ആവുമ്പോഴാണ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടത് എന്നുള്ള സെറ്റിങ്സാണിത് മാറ്റാൻ കഴിയുന്നതാണ്. കൂടാതെ പിന്നെ ഇത് ബാറ്ററിയുടെ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയുള്ള പ്രോട്ടോകോൾസാണ്. പൈലോൺ ടെക്, അതുപോലെ തന്നെ പേസ്, പിന്നെ CVT, ഇത് ചൈന ടവർ എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോളാണ്. പിന്നെ ഗ്രോവാട്ട്, വോൾട്രോണിക്സ്,
പൈലോൺട്രക്ക്, വോൾട്രോണിക്സ്, ഗ്രോവാട്ട്, പേസ്, ഇത്രയാണ് നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്ന ബാറ്ററിയിൽ ഉണ്ടാകുന്ന പ്രോട്ടോക്കോൾസ്. ഏത് ബാറ്ററി സെലക്ട് ചെയ്യുന്ന പ്രോട്ടോക്കോൾസാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നീട് നമ്മളതിൻ്റെ ഒരു ID ഇവിടെ സെലക്ട് ചെയ്യാനുണ്ടായിരിക്കും. അത് അവിടെ ബാറ്ററിയുടെ മുകളിലാവുന്ന ഡിപ്പ് സ്വിച്ചിൻ്റെ ID 1, 2 എല്ലാവർക്കും മിക്കവാറും എല്ലാ കമ്മ്യൂണിക്കേഷൻ നടക്കുക. അപ്പോൾ ഒന്നല്ലെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് വരുന്നത് സെറ്റിംഗ് നമ്പർ. ഇത് ബാറ്ററി ഏത് SOC ആകുമ്പോഴാണ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടത് എന്നുള്ള ഒരു പെർസെൻറ്റേജാണ്. എത്ര ശതമാനം ആകുമ്പോൾ ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നിർത്തണം എന്നുള്ള SOC സെറ്റ് ചെയ്യുക. എത്ര 20% ആണെങ്കിൽ 20%. അപ്പോൾ ഇവിടെ എല്ലാം ശതമാനത്തിന് കണക്കാണ്. ബാറ്ററി SOC ഷട്ട് ഡൗൺ ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ SOC കട്ട് ചെയ്യാനുള്ള. കൂടാതെ ഇത് SOC ടു ബാറ്ററി എന്നുള്ള ഓപ്ഷനാണ് STB, സെറ്റിംഗ് നമ്പർ 47. അതായത് നമ്മൾ ഓഫ് ഗ്രിഡായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എത്ര ശതമാനം ആകുമ്പോഴാണ് ബാറ്ററി മോഡിലോട്ട് മാറേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ശതമാനം മാറ്റാവുന്നതാണ്. കൂടാതെ SOC ടു ഗ്രിഡ്. അപ്പോൾ നമ്മൾ ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നത് എപ്പോഴാണ് നിർത്തേണ്ടത്, തിരിച്ച് AC-ലോട്ട് തന്നെ വീണ്ടും പോകേണ്ടത് എന്നുള്ള സെറ്റിങ്സാണ് ഇതാണ് ബാറ്ററി മോഡിൽ. PBG മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട സെറ്റിങ്സ്. ഇത് സാധാ ലെഡ് ആസിഡ് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് വൈസാണ് വർക്ക് ചെയ്യുക. നമ്മൾ മുമ്പത്തെ സെറ്റിങ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മാക്സിമം ഡിസ്ചാർജ് കറണ്ടിൻ്റെ ലിമിറ്റ് സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് ലിമിറ്റ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നമുക്കിവിടെ ലിമിറ്റ് സെറ്റ് ചെയ്യാം. നമുക്ക് കാണാൻ കഴിയും 140 ആംപിയർ വരെ സെറ്റ് ചെയ്യാൻ കഴിയും. 10 മുതൽ 140 ആംപിയർ വരെ സെറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ആൾറെഡി കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക് BMS എന്ന വാല്യൂ എടുക്കുന്നതാണ്. പിന്നെ ഈ ഒരു മോഡൽ ആക്ച്വലി വൈഫൈ ഇൻബിൽറ്റ് വരുന്ന ഒരു മോഡലാണ്. നമുക്ക് വൈഫൈ ഡോങ്കിൾ സെപ്പറേറ്റ് അല്ല, വൈഫൈ ഇൻബിൽറ്റ് വരുന്ന ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് ഇതിൽ വാട്സിക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഇതിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇത് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ ഇൻവെർട്ടർ സീരിയൽ നമ്പർ കാണിക്കുന്നു, പിന്നെ ഇതിന്റെ ടൈം കാണിക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് അപ്ഡേറ്റ് ടൈം 11:47 ആണ്. ഓരോ 5 മിനിറ്റിലാണ് ഇത് റീഫ്രഷ് ആവുക. നോക്കി കഴിഞ്ഞാൽ കേട്ടോ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബാറ്റിലോട്ട് ഒന്നും പോകുന്നില്ല, ഗ്രിഡിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. ലോഡ് 351 വാട്ട്സ് ലോഡ് ഉണ്ട്. മൊത്തം 7.1 യൂണിറ്റ് ഇന്നത്തെ പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൂടാതെ ലോഡ് കൺസംഷൻ ഇന്ന് 12 മണി മുതൽ ഉണ്ടായ ലോഡ് കൺസംഷൻ കാണിക്കുന്നു, PV ജനറേഷൻ കാണിക്കുന്നു, ഇലക്ട്രിസിറ്റി പർച്ചേസ് കാണിക്കുന്നു. കാരണം ഈ ബാറ്ററീനെ ഇത് നമ്മൾ ഗ്രിഡ് ഇൻപുട്ട് ഓഫ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായത്, അതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി പർച്ചേസ് കാണിക്കാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രിഡിൽ നിന്ന് എടുത്ത കറണ്ടും ഇവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു 6 kVA ഹൈബ്രിഡ് ഇൻവെർട്ടർ ഗ്രിഡ് എക്സ്പോർട്ടുള്ള IP21 ആയിട്ടുള്ള ഓഫ് ഗ്രിഡിന് വരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ള ഇൻവെർട്ടറുകളെ എഫിഷ്യൻസി ഉള്ള DC to AC കൺവേർഷൻ 95%. അതായത് നമ്മുടെ നോർമൽ ഇൻവെർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 80%, 15% എഫിഷ്യൻസി കൂടുതലുള്ള കമ്മ്യൂണിക്കേഷൻ, വൈഫൈ മോണിറ്ററിങ് എല്ലാം ഉള്ള 500 വോൾട്ട് DC ഇൻപുട്ട് PV ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നതും ഒരു 450 വോൾട്ടിന് താഴെ PV ട്രാക്കിംഗ് ടൈമിലുള്ള വോൾട്ടേജ് വരികയും ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ IP21 ഇൻവെർട്ടേഴ്സ് ഒക്കെ ഫാൻ ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കുകയും ഭയങ്കര ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഇൻവെർട്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടി ഓഫ് ഗ്രിഡിന് വേണ്ടിയിട്ടും കൂടെ ഡിസൈൻ ചെയ്തതായതുകൊണ്ട് വീടിന്റെ ഉള്ളിൽ വെക്കുമ്പോൾ ശബ്ദം കുറക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു ഇന്റലിജന്റ്ലി വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഫാനാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഒരു 50 ഡിഗ്രിയുടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രം ഫാൻ വർക്ക് ചെയ്യുകയും അത്രയും ഹീറ്റ് കൂടി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് മാക്സിമം സ്പീഡിൽ കറങ്ങിയിട്ട് പിന്നെ സ്പീഡ് പതുക്കെ കുറഞ്ഞിട്ട് ഓഫ് ആവുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു നോയ്സ് ഡിസ്റ്റർബൻസ് കുറഞ്ഞ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറാണ് ഇത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻവെർട്ടറിനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി ഇതിന്റെ പ്രൈസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കാരണം പ്രൈസ് പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ഏരിയക്ക് അനുസരിച്ച് ഷിപ്പിംഗ് കോസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും, അതുപോലെ ക്വാണ്ടിറ്റി അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും, പിന്നെ വാങ്ങുന്ന കസ്റ്റമർ അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും, ഡീലർ അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് നിങ്ങൾ പ്രൈസ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.